ഹായ് എവ്രി വൺ, വെൽക്കം ടു വിസ്മീസ് ഫുഡ് കട്ട്. ഇന്ന് നമുക്ക് മട്ടർ പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇത് ഒരു 4 പ്രാവശ്യം കഴുകി ഒരു 15 മിനിറ്റ്സ് നമുക്കിത് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിത് കഴുകി എടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് മട്ടർ പുലാവിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് ക്രഷ് ചെയ്തെടുത്തു. പച്ചമുളക് ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമുക്ക് സ്ലിറ്റ് ചെയ്ത് പുലാവിനകത്ത് ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും 1/2 ടേബിൾ സ്പൂണാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത്രയും ധാരാളമാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്കൊരു കുക്കർ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അതായത് ഇപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു 15 കുരുമുളകാണ് ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് സ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെയ്യ് ചൂടായിട്ട് വേണം ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതും വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേന് നമുക്ക് 7 to 8 കാഷ്നട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാഷ്നട്ടും എല്ലാം നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് ഗ്രീൻ പീസാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് അരി അളന്ന് അതേ ഗ്ലാസിൻ്റെ 1 ഗ്ലാസ് ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ഒരു 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഗ്രീൻ പീസ് നല്ലതായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് വരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ അരിയും ഗ്രീൻ പീസും എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് അരി അളന്ന് അതേ ഗ്ലാസിൻ്റെ 1.5 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു നാരങ്ങ പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ഇതൊന്ന് ബോയിൽ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുക്കർ അടയ്ക്കാൻ പാടുള്ളൂ. അപ്പം ഇത് നല്ലതായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. അതായത് ബോയിലായിട്ട് മാത്രമേ കുക്കർ അടച്ചു കൊടുക്കാവൂ. കുക്കർ ക്ലോസ് ചെയ്തിട്ട് നമുക്കൊരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യണം. 2 വിസിൽ മതി കുക്കാവാൻ വേണ്ടി. അപ്പോൾ 2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ട് വിസിലും കഴിഞ്ഞു. ഇനി പ്രഷർ പോയിട്ട് നമുക്കൊന്ന് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കണം. പ്രഷറെല്ലാം നല്ലതായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചോറ് കുടഞ്ഞു പോവാതെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. അടിയിലത്തെ സ്റ്റീമും കൂടെ ഒന്ന് പോവാൻ വേണ്ടിയാണ്. അപ്പോൾ പുലാവ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കിതിൻ്റെ ചൂട് പോയാലേ ചോറിങ്ങനെ സെപ്പറേറ്റായി വരത്തുള്ളൂ. അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഒരു
5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പുലാവ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ചോറും ഗ്രീൻ പീസും നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് പുലാവ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് പുലാവ് റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പി വരെ ബൈ ബൈ, ടേക്ക് കെയർ.